യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങൾ തമ്മിലൊക്കെ പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പരം വിമർശനാത്മകമായ, അതായത് മുസ്ലിം സംഘടനകൾക്കിടയിൽ പലതരത്തിലുള്ള നിലപാടുകളുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഒരു കൂട്ടർ നല്ല പുരോഗമനപരമാണല്ലോ എന്ന്, മറ്റേ കൂട്ടർ തീരെ അല്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഓരോ വിഷയങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നോക്കുമ്പോൾ അവർക്ക് ഈ പൊതുവേദികളിൽ പങ്കിടുന്നതിൽ കുഴപ്പമില്ല. സ്ത്രീ പുരുഷൻ പൊതുവേദികളിൽ പങ്കിടാം, ഒരുമിച്ച് ജോലി ചെയ്യാം. ഈ പറയുന്ന പോലെ ഇടകലർന്ന് മെക്സവൻ പോലെ വ്യായാമമുറ ചെയ്യുന്നതിൽ പോലും അവർക്ക് കുഴപ്പമില്ല. സ്ത്രീകൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വസ്ത്രധാരണം, അതിൽ പർദ്ദയിട്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകൾ വരിക. അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം പുറകോട്ടായോ നമുക്ക് സംശയിക്കാൻ തോന്നുന്നു. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന കാര്യമാണ്. ഇനി മുജാഹിദുകളുടെ കാര്യത്തിൽ സ്ത്രീകൾ പൊതുവേദികൾ പങ്കിടണം എന്ന കാര്യത്തിൽ അവർക്കും കുറച്ചുകൂടി ഉയർന്ന നിലപാടാണ്. പക്ഷേ അതേസമയം കുറച്ചുകൂടി ചില കാര്യങ്ങൾ എന്താ പറയുക, ഇടകലർന്നുള്ള വ്യായാമ മുറയോട് അവർക്കും വലിയ താല്പര്യമില്ല. അതാണ് വ്യത്യാസം. എ പിക്ക് അങ്ങനെയല്ല, എ പിക്ക് മറ്റൊരു നിലപാടാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും മൂന്ന് കൂട്ടരും വ്യത്യസ്ത നിലപാടുകൾ കാലാകാലങ്ങളിൽ പങ്കിടുന്നുണ്ട്. ഈ വ്യത്യസ്ത നിലപാടുകൾ ഒരു ഘട്ടം വരെയും ഇവർ പറഞ്ഞിരുന്നു, പരസ്പരം മത്സരിച്ചിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ 2014 BJP അധികാരത്തിലേറിയ ഘട്ടം മുതൽ അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ, ഇസ്ലാമിക അഭിപ്രായം, വ്യത്യസ്ത നിലപാടുകൾ, അതായത് വിവിധ സംഘടനകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതിൽ സംഘടനകളത്തെ വൈരുദ്ധ്യം അങ്ങനെ പുറത്തു പറയേണ്ടതില്ല, പതുക്കൽ പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്.